ഒരിക്കൽ കൂടി എല്ലാവർക്കും KTAയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSC JEE പ്രിപ്പറേഷൻ്റെ ഇലക്ട്രിക്കലിൻ്റെ 101ാമത്തെ പോയിന്റായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ആരംഭിക്കുന്നത്. കഴിഞ്ഞ റിവിഷൻ പാർട്ടിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ബേസിക്സ് ആയിട്ടുള്ള മെഷീൻസ് DC മെഷീൻസുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ ശരിക്കുള്ള മെഷീൻസിൻ്റെ ഒരു സെപ്പറേറ്റ് മെഷീൻസ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ ആണ്. ഇത് എല്ലാ മെഷീൻസിൻ്റെ ഇതിലും മെയിനായിട്ട് സർക്യൂട്ടാണ് ഇമ്പോർട്ടൻറ്റ്. സർക്യൂട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള റിലേഷൻഷിപ്പ് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഈ DC ജനറേറ്ററിലും DC മോട്ടറിലും ഒരിക്കലും ഇക്വേഷൻസ് കാണപ്പാടും പഠിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ആ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് നോക്കുകയാണ് ഏറ്റവും നല്ലത്. നമുക്ക് അറിയാവുന്ന പോലെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ എക്സൈറ്റേഷൻ സെപ്പറേറ്റഡ് ആണ്. അതായത് എക്സൈറ്റേഷൻ ആർമേച്ചർ സർക്യൂട്ട് രണ്ടും രണ്ടാണ്. ഓക്കെ, അത് സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യാണ്. വേറൊരു സോഴ്സായിട്ട് സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആർമേച്ചർ സർക്യൂട്ട്. ആർമേച്ചർ സർക്യൂട്ടിൽ നമുക്ക് ജനറേറ്റഡ് EMF ഉണ്ടാവും, ഒരു ആർമേച്ചർ റെസിസ്റ്റൻസ് ഉണ്ടാവും, ലോഡ് ഉണ്ടാവും. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൽ ആർമേച്ചർ കറണ്ടും ലോഡ് കറണ്ടും ഈക്വൽ ആണ്. കാരണം വേറെ ഒരു പാത്തുകളൊന്നുമില്ല. അപ്പോൾ ജനറേറ്റഡ് EMFന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഇതിൽ ഈ സർക്യൂട്ടിൽ KVL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും IA RA + VL. IA RA + VL. അടുത്തത് പവർ ഡെവലപ്ഡ് ഇൻ ആർമേച്ചർ സർക്യൂട്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ ആർമേച്ചർ സർക്യൂട്ടിൽ നിന്ന് പോകുന്ന കറണ്ടും അവിടെ ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ പ്രൊഡക്റ്റ് ആണ്. അതായത് പവർ ഡെവലപ്ഡ് ആർമേച്ചർ ഇസ് ഈക്വൽ ടു EG × IA. അതുപോലെ ലോഡ് സൈഡിലുള്ള പവർ ലോഡ് സൈഡ് എന്ന് പറയുന്നത് അതിന്റെ ടെർമിനൽ വോൾട്ടേജ് ഇൻറ്റു അവിടെ അതിൽ കൂടെ പോകുന്ന കറണ്ട് IL. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ് ഈ ILന്റെ ഇതാണ് ഓരോ മെഷീൻസിലും വ്യത്യാസമായിട്ട് വരാം. ഓക്കെ, ഇനി നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻ ആണ് ജനറേറ്റഡ് EMFന്റെ EG = 5Zn/60 P/A. ഫീൽഡ് സർക്യൂട്ടിൽ ഫീൽഡ് എക്സൈറ്റേഷന്റെ കറണ്ട് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R + RF. ഈ വേരിയബിൾ റെസിസ്റ്റൻസ് ആറിന്റെ വാല്യൂ മാറ്റും തോറും നമുക്ക് ഇതിന്റെ ഫീൽഡ് കറണ്ട് നമുക്ക് മാറ്റാം. സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്ററിൽ ഇൻഡ്യൂസ്ഡ് EMF കൂട്ടാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ അതിന്റെ സ്പീഡ് കൂട്ടണം, അല്ലെങ്കിൽ അതിന്റെ ഫ്ലക്സ് കൂട്ടണം. ഫ്ലക്സ് കൂട്ടണമെങ്കിൽ ഫ്ലക്സ് കറണ്ടിന്റെ പ്രൊപ്പോർഷനാണ്. ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട്. അപ്പോൾ ജനറേറ്റഡ് EMF സെപ്പറേറ്റ്ലി എക്സൈറ്റഡിൽ കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫൈ കൂട്ടണമെങ്കിൽ ഫീൽഡ് കറണ്ട് കൂട്ടണം. ഫീൽഡ് കറണ്ട് കൂട്ടണമെങ്കിൽ ഈ ഡിനോമിനേറ്റർ കുറയണം, ഈ ഒരു ഭാഗം കുറയണം. അതായത് റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡ് കറണ്ട് കൂടും. ഫീൽഡ് കറണ്ട് കൂടി കഴിഞ്ഞാൽ ഫ്ലക്സ് കൂടും. ഫ്ലക്സ് കൂടി കഴിഞ്ഞാൽ EG കൂടും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇതിന്റെ സ്പീഡ് കൂടിയാലും നമ്മുടെ പ്രൈം മൂവറിന്റെ സ്പീഡ് കൂടിയാലും ഡെവലപ്ഡ് EMF EG കൂടും. ഇതാണ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് DC ജനറേറ്റർ. അടുത്ത രണ്ടാമത്തെ ടൈപ്പ് സെൽഫ് എക്സൈറ്റഡ് ആണ്. ആദ്യത്തെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ആയിരുന്നു. രണ്ടാമത്തെ മെഷീൻ സെൽഫ് എക്സൈറ്റഡ് ആണ്. സെൽഫ് എക്സൈറ്റഡിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് DC ഷണ്ട് ജനറേറ്ററും രണ്ടാമത്തെ DC സീരീസ് ജനറേറ്ററും. അതിന് DC ഷണ്ട് ജനറേറ്റർ ആണിത്. അതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് ആർമേച്ചർ സർക്യൂട്ട് ഉണ്ട്. അതിന്റെ ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ സർക്യൂട്ടിന് പാരലലായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഷണ്ട് എന്ന് പറയുന്നത്. ഇത് ലോഡ്. ഇനി എല്ലാ ഇതിലും നമ്മൾ സർക്യൂട്ട് ഓർത്തിരുന്നാൽ നല്ല എളുപ്പമാണ് ഓരോ ഇക്വേഷൻസ് കണ്ടുപിടിക്കാനും. ഇതിൽ നമ്മൾ ഈ ഒരു നോഡിൽ നമ്മൾ KCL അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും ആർമേച്ചർ കറണ്ട് IA = ഫീൽഡ് കറണ്ട് പ്ലസ് ലോഡ് കറണ്ട്. ഓക്കെ, ഇതാണ് ആർമേച്ചർ കറണ്ട്. അടുത്തത് IF എന്താണ്? ഫീൽഡ് കറണ്ട് IF എന്താണ്? ഫീൽഡ് കറണ്ട് IF എന്ന് വെച്ചാൽ ഇതിനക്രോസുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇതിനക്രോസുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇതിനക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ലോഡ് വോൾട്ടേജ് V തന്നെയാണ്. ഓക്കെ, അപ്പോൾ V ഡിവൈഡഡ് ബൈ RSH ആണ് ഷണ്ട് ഫീൽഡ് വൈൻഡിങ്. ഓക്കെ, ഇതാണ് IF. അടുത്തത് ഈ ഒരു ലൂപ്പിൽ നമ്മൾ അതിന്റെ KVL അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും EG = വീണ്ടും IA RA + V + ബ്രഷ് ഡ്രോപ്പ് ഉണ്ടെങ്കിൽ VBD. ഓക്കെ, ഇനി പവർ ഡെവലപ്ഡ് ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്ത പവർ എന്ന് വെച്ചാൽ ആർമേച്ചറിൽ പോകുന്ന കറണ്ടും അവിടെ ആർമേച്ചർ ജനറേറ്റ് ചെയ്ത വോൾട്ടേജും, അതായത് EG × IA. ഓക്കെ, അടുത്തത് ലോഡ് സൈഡിലുള്ള പവർ എന്ന് പറയുന്നത് VPL എന്ന് പറഞ്ഞ ആ ടെർമിനൽ വോൾട്ടേജ് V × അതിൽ കൂടെ പോകുന്ന കറണ്ട് ലോഡ് കറണ്ട് IA. സപ്പോസ് ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് IAയും IFും തരാം, ചിലപ്പോൾ ലോഡ് കറണ്ട് ചോദിക്കാം നേരിട്ട്. അതുപോലെ ടെർമിനൽ വോൾട്ടേജ് തന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിൽ നിന്ന് ലോഡ് സൈഡിലുള്ള പവർ എത്രയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അതുപോലെ തന്നെ ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്ത പവർ എത്രയാണ് ചോദിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങൾ. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് അതിന്റെ സർക്യൂട്ടാണ് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത്. അടുത്ത ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ RSHന്റെ വാല്യൂ ആണ്. RSH എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, നമ്പർ ഓഫ് ടേൺസ് ഹൈ ആയിരിക്കും, പക്ഷെ തിൻ വയർ ആയിരിക്കും. ടേൺസ് കൂടുതലും തിൻ വയർ ആയിരിക്കും. കാരണം ഇതിൽ അധികം കറണ്ട് പോകാൻ പാടില്ല. അപ്പോൾ RSH ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കും. RSHന്റെ വാല്യൂ എപ്പോഴും ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കും, തിൻ വയർ ആയിരിക്കും. ഇത് രണ്ടും ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. ഓർത്തിരിക്കാനായിട്ടുള്ളത് ഒന്ന് ഇതും
RSHന്റെ ഇത് നമ്പർ ഓഫ് ടേൺസ് കൂടുതലും പിൻവരുമാണെന്നും അതുപോലെ തന്നെ ഈ സർക്കിളും കൊടുത്തിരുന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എല്ലാ പ്രോബ്ലംസും ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്ത സെൽഫ് എക്സൈറ്റഡ് ഇതിൽ വരുന്നത് DC സീരീസ് ജനറേറ്റർ ആണ്. ഇതാണ് അതിന്റെ സർക്യൂട്ട്. ആർമേച്ചർ സർക്യൂട്ട് സീരീസ് ഫീൽഡ് വൈൻഡിങ് ആയിട്ട് സീരീസിലായിരിക്കും. അതിനെ സീരീസ് ആയിട്ട് ലോഡ് കണക്ട് ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ ഒക്കെ സുഖമായിട്ട് കണ്ടുപിടിക്കാം. IAയും IACയും ILയും ഈക്വൽ ആണ്. പവർ ഡെവലപ്ഡ് ആർമേച്ചർ എന്ന് പറയുന്നത് EG × I ആണ്. ഓക്കെ, പവർ ഡെവലപ്ഡ് ലോഡ് സൈഡ് എന്ന് പറഞ്ഞാൽ V × IL ആണ്. ഇതിൽ മറ്റേത് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സീരീസ് വൈൻഡിങ്ങിനെ കുറിച്ചാണ്. സീരീസ് വൈൻഡിങ് തിക്ക് വയർ ആയിരിക്കും, അതുപോലെ ഫ്യൂ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഈ രണ്ട് ഇതാണ് ഏറ്റവും ഓർത്തിരിക്കേണ്ടത്. സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിൽ തിക്ക് വയർ ആയിരിക്കും യൂസ് ചെയ്യുക, അതുപോലെ ടേൺസ് ഭയങ്കര കുറവായിരിക്കും. അടുത്ത നാലാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ജനറേറ്റർ ആണ്. ഓക്കെ, കോമ്പൗണ്ട് ജനറേറ്റർ എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് വൈൻഡിങ്സും അതിലുണ്ടാകും. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും, അതുപോലെ തന്നെ സീരീസ് ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. അത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഷോർട്ട് ഷണ്ടും ഒന്ന് ലോങ് ഷണ്ടും. ഷോർട്ട് ഷണ്ട് എന്ന് പറഞ്ഞാൽ ഫീൽഡ് വൈൻഡിങ്, അതായത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ സർക്യൂട്ടിന് പാരലായിരിക്കും. ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ സർക്യൂട്ടിന് പാരലായിരിക്കും ഷോർട്ട് ഷണ്ടിൽ. സീരീസ് ഫീൽഡ് വൈൻഡിങ് ലോഡ് ആയിട്ടായിരിക്കും കണക്റ്റഡ് ആയിരിക്കുക സീരീസ് ആയിട്ട്. ലോങ് ഷണ്ടിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിനും അതുപോലെ തന്നെ സീരീസ് ഫീൽഡ് വൈൻഡിങ്ങിനും പാരലായിരിക്കും. ഇതാണ് മെയിൻ രണ്ട് വ്യത്യാസം. ബാക്കി എല്ലാം സെയിം ആണ്. പിന്നെ നമ്മളിവിടെ ഈ രണ്ട് ഇതിലും നോഡിലും KCL അപ്ലൈ ചെയ്താൽ നമുക്ക് KCL ഇക്വേഷൻ കിട്ടും. INTയും അതുപോലെ മറ്റുള്ള വാല്യൂകളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഏതെങ്കിലും സർക്യൂട്ടിൽ KVL ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് സർക്യൂട്ടിന്റെ ബാക്കിയുള്ള എല്ലാ ഇക്വേഷൻസും അവിടെ കിട്ടും. ഓർത്തിരിക്കേണ്ട ഇത്ര മാത്രം: ഷോർട്ട് ഷണ്ടിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പാരലൽ വിത്ത് ആർമേച്ചർ സർക്യൂട്ട് വൈൻഡിങ് ഓൺലി. ലോങ് ഷണ്ടിൽ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് പാരലൽ വിത്ത് ആർമേച്ചർ വൈൻഡിങ് ആൻഡ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. അടുത്ത DC ജനറേറ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓരോ ജനറേറ്ററിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. മെയിൻലി മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഒന്ന് ഓപ്പൺ സർക്യൂട്ട് ക്യാര അല്ലെങ്കിൽ നോ ലോഡ് ക്യാര, 2 എക്സ്റ്റേണൽ ക്യാര, 3 ഇന്റേണൽ അല്ലെങ്കിൽ വേറെ പേര് ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇങ്ങനെ 3 ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഓഫ് ഗ്രാഫാണ് ഒരു DC ജനറേറ്റർ ഉള്ളത്. ഓരോ ജനറേറ്ററിൻ്റെയും ഗ്രാഫുകൾ ഒരു PDF ഫോർമാറ്റിൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൽ എഴുതുന്നതായിരിക്കും. ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതാണ്: ഓപ്പൺ സർക്യൂട്ട് ക്യാര എന്ന് പറയുന്നത് ഏത് 2 പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ഗ്രാഫാണെന്ന് ഓർത്തിരിക്കേണ്ടതാണ്. അതിൽ ഓപ്പൺ സർക്യൂട്ട് ക്യാര എന്ന് പറയുന്നത് ജനറേറ്റഡ് EMF വേഴ്സസ് ഫീൽഡ് കറന്റ് ആണ്. ജനറേറ്റ് ചെയ്യുന്ന EG വേഴ്സസ് IF ആണ് അറ്റ് കോൺസ്റ്റന്റ് സ്പീഡ്. ആ ഒരു ക്യാരനെയാണ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ക്യാര അല്ലെങ്കിൽ നോ ലോഡ് ക്യാര എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സ്റ്റേണൽ നമുക്കറിയാം ലോഡ് സൈഡാണ് എക്സ്റ്റേണൽ ആയിട്ട് വരുന്നത് ജനറേറ്ററിൽ. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആണ് കിട്ടുക. ഒന്ന് ടെർമിനൽ വോൾട്ടേജ് വിയും ലോഡ് കറന്റ് IL. അപ്പോൾ അത് തമ്മിലുള്ള V വേഴ്സസ് IL ആണ് എക്സ്റ്റേണൽ ക്യാര. 3 ഇന്റേണൽ അല്ലെങ്കിൽ ടോട്ടൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ആർമേച്ചറിന്റെ ഇന്റേണൽ ആയിട്ട് എന്തൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്, ആർമേച്ചറിന്റെ ഇന്റേണൽ ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് EG ജനറേറ്റഡ് EMF EGയും അതുപോലെ തന്നെ ആർമേച്ചർ കറന്റ് I ആണ്. അതുകൊണ്ട് ഇന്റേണൽ ക്യാര എന്ന് പറയുന്നത് EG വേഴ്സസ് I ആണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് ജനറേറ്ററിന് സെപ്പറേറ്റ് ആയിട്ടൊരു എക്സൈറ്റേഷൻ ഉള്ളതുകൊണ്ട് ആർമേച്ചർ സർക്യൂട്ടിൽ EG ഡെവലപ്പ് ചെയ്യാനായിട്ട് വേറെ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷേ സെൽഫ് എക്സൈറ്റേഷൻ ജനറേറ്ററിൽ അത് എക്സൈറ്റ് ചെയ്യണമെങ്കിൽ സെർട്ടൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ജനറേറ്റഡ് EMF ജനറേറ്റ് ചെയ്യുള്ളൂ. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് സർക്യൂട്ടിൽ ഫീൽഡ് വൈൻഡിങ്ങിൽ ഒരു റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടായിരിക്കണം. റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ജനറേറ്ററിന് അതിനെ എക്സൈറ്റ് ചെയ്യാനുള്ള, സെൽഫായിട്ട് എക്സൈറ്റ് ചെയ്യാനുള്ള ഇത് കിട്ടും. അപ്പോൾ അതിന് അടുത്ത പോയിന്റ്, സീരീസ് ജനറേറ്ററിന്റെ കേസിൽ അതിന്റെ സർക്യൂട്ട് റെസിസ്റ്റൻസ്, ലോഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം. ഓക്കെ, അതേസമയം ഷണ്ട് ജനറേറ്ററിൽ അതിന്റെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് റെസിസ്റ്റൻസ് ഷുഡ് ബി ലെസ് ദാൻ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ്. ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ്. നാലാമത്തെ പോയിന്റ് കൊടുത്തിരിക്കുന്നത് പ്രോപ്പർ ഡയറക്ഷൻ ഓഫ് റെസിഡ്യൂൽ മാഗ്നറ്റിസം. അതായത് റെസിഡ്യൂൽ മാഗ്നറ്റിസം പ്രോപ്പർ ഡയറക്ഷൻ ഉണ്ടാകണം. ഇത് മെയിനായിട്ട് ആപ്ലിക്കബിൾ ഉള്ളത് കോമ്പൗണ്ട് ജനറേറ്റേഴ്സിലാണ്. കാരണം അതിൽ 2 ടൈപ്പ് ഓഫ് വൈൻഡിങ് ഉണ്ട്, സീരീസ് വൈൻഡിങ് ഉണ്ട്, അതുപോലെ ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ഉണ്ട്. 2 വൈൻഡിങ്ങിന്റെയും റെസിഡ്യൂൽ മാഗ്നറ്റിസം ഓപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ റെസിഡ്യൂൽ മാഗ്നറ്റിസം ഇല്ലാണ്ടാവും. അതുകൊണ്ടാണ് പ്രോപ്പർ ഡയറക്ഷൻ ഓഫ് റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടാവുമെന്ന് പറയുന്നത്. ഈ 4 കണ്ടീഷൻസ് ഓർത്തിരിക്കുക. റെസിഡ്യൂൽ മാഗ്നറ്റിസം ഉണ്ടായിരിക്കണം, സീരീസ് ജനറേറ്ററിന് ലോഡ് സർക്യൂട്ട് റെസിസ്റ്റൻസ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കുറവായിരിക്കണം, ഷണ്ട് ജനറേറ്ററിന്റെ കേസിൽ RSH ഷുഡ് ബി ലെസ് ദാൻ RC ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് ആണ്. നാലാമത്തത് റെസിഡ്യൂൽ മാഗ്നറ്റിസം പ്രോപ്പർ ഡയറക്ഷനിലായിരിക്കണം റെസിഡ്യൂൽ മാഗ്നറ്റിസം ആക്ട് ചെയ്യേണ്ടത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആർമേച്ചർ റിയാക്ഷനെ കുറിച്ചാണ്. ആർമേച്ചർ റിയാക്ഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട, പക്ഷെ നിങ്ങൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ആർമേച്ചർ റിയാക്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ആർമേച്ചറിന്റെ ഉള്ളിലുണ്ടാകുന്ന MMF മെയിൻ ഫീൽഡ് ഫ്ലക്സ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു ഡിസ്റ്റോർഷന്റെ ഇതാണ് ആർമേച്ചർ റിയാക്ഷൻ.
ഈ ആർമേച്ചർ റിയാക്ഷൻ ഒരിക്കലും ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു ജനറേറ്ററിൽ അല്ലെങ്കിൽ മോട്ടറിലോ അത് അത്ര നല്ല കാര്യമല്ല ഉണ്ടാകുന്നത്. ആ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ അത് ഡിക്രീസ് ചെയ്യാനായിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ 3 മെത്തേഡ്സ് മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഫോളോയിങ് വിച്ച് ആർ ദി മെത്തേഡ്സ് ടു റിഡ്യൂസ് ആർമേച്ചർ റിയാക്ഷൻ. 3 മെത്തേഡ് ഓർത്തിരിക്കുന്നത്. ഒന്ന്, ബൈ യൂസിങ് ഹൈ റിലക്റ്റൻസ് വോൾട്ടേജ് ഉപയോഗിച്ച് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാം. 2, നമുക്ക് ഇന്റർപോൾസ് ഉപയോഗിച്ചിട്ട് ആർമേച്ചർ റിയാക്ഷൻ കുറയ്ക്കാം. 3, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ഉപയോഗിച്ച് റിയാക്ഷൻ കുറയ്ക്കാം. അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഓർത്തിരിക്കണം. ഹൈ റിലക്റ്റൻസ് വോൾട്ടേജ്, ഇന്റർപോൾസ് ആൻഡ് കോമ്പൻസേറ്റിംഗ് വൈൻഡിങ്. അടുത്തത് നമ്മൾ DC മോട്ടർ ഡിസ്കസ് ചെയ്യണം. DC മോട്ടറിന്റെ മെയിനായിട്ട് ആദ്യം ഓർത്തിരിക്കേണ്ടത് അതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ ആണ്. അതിന്റെ വോൾട്ടേജ് ഇക്വേഷൻ നോർമലി നമ്മൾ എഴുതാം V = EB + IR ആണ് നോർമലായിട്ട് നമ്മൾ എഴുതാം. അത് ഓരോ ഇതിനും ഓരോ മോട്ടറിനും സീരീസിനും ഷണ്ടിനും കോമ്പൗണ്ടിനും വ്യത്യസ്തങ്ങളായിരിക്കും. എന്നാൽ നോർമൽ ഒരു ഷണ്ട് ആയിട്ടുള്ള ഒരു ഇതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V = EB + IR ആണ്. അതിന്റെ പവർ ഇക്വേഷൻ എന്ന് വെച്ചാൽ അതിന്റെ വോൾട്ടേജ് ഇക്വേഷനിൽ നമ്മൾ ഒരു IA കൊണ്ട് ആർമേച്ചർ കറന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പവർ ഇക്വേഷൻ കിട്ടും. ഇതാണ് പവർ ഇക്വേഷൻ. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് DC മോട്ടറിൽ മാക്സിമം മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിന്റെ ബാക്ക് EMF V/2 ഇക്വലന്റ് ആയിരിക്കണം. V/2 ഇക്വലന്റ് ആകുമ്പോഴാണ് മാക്സിമം മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് ഒരു മോട്ടർ തരാൻ പറ്റുക. ഇതിൽ EB എന്ന് പറയുന്നത് ബാക്ക് EMF ആണ്. ബാക്ക് EMF അല്ലെങ്കിൽ അതിന് ഒരു കൗണ്ടർ EMF എന്ന് പറയും. ബാക്ക് EMFന്റെ ഇക്വേഷൻ നമ്മൾ മറ്റേ EG ജനറേറ്ററിൽ EG പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ്. 5Zn/60 × P/A. 5 flux per pole, total number of conductors, and speed in RPM, P number of poles, and A is the number of parallel path. Okay, ഇത് ഈ EB നെ നമ്മൾ കൗണ്ടർ EMF എന്ന് നമ്മൾ പറയും. ഈ ബാക്ക് EMFന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു മോട്ടറിനെ ഒരു സെൽഫ് റെഗുലേറ്റിംഗ് മെഷീൻ ആക്കി മാറ്റും. അതായത് മോട്ടറിന് ആവശ്യമുള്ള ആർമേച്ചർ കറണ്ട് മാത്രമേ അത് വലിക്കാനായിട്ട് നോക്കൂ. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ബാക്ക് EMF. ഓക്കെ, അതായത് എക്സസ് ആയിട്ടുള്ള ആർമേച്ചർ കറണ്ട് ഡ്രോ ചെയ്യില്ല. ഓക്കെ, അതാണ് ബാക്ക് EMFന്റെ പ്രത്യേകത, ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ്. അപ്പോൾ മാക്സിമം മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ അതിന്റെ ബാക്ക് EMF V/2 ആയിരിക്കണം. V എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അതിന്റെ ഹാഫ് ആയിരിക്കണം ബാക്ക് EMF. എന്നാലാണ് നമുക്ക് മാക്സിമം മെക്കാനിക്കൽ പവർ ഔട്ട്പുട്ട് കിട്ടാം. ഇത് നമ്മുടെ എല്ലാ ഡിപ്ലോമ ലെവൽ എക്സാംസിന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മാക്സിമം പവർ ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ബാക്ക് വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് ആർ ട്രൂ എന്ന് ഓപ്ഷൻസ് തന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഓർത്തിരിക്കുക, മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ EB ഷുഡ് ബി ഈക്വൽ ടു V/2. അടുത്തത് നമ്മുടെ മോട്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടർ നോക്കുകയാണ്. ആദ്യം സീരീസ് മോട്ടർ. ഇതാണ് സീരീസ് മോട്ടർ. നമ്മുടെ നേരത്തെ ജനറേറ്ററിൻ്റെ കേസിൽ നമുക്ക് സപ്ലൈ കറണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാറുണ്ട്, EG ജനറേറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ നമ്മൾ ടെർമിനൽ വോൾട്ടേജ് കൊടുക്കുകയാണ്, V നമ്മൾ കൊടുക്കുകയാണ് ഇത് മോട്ടറിൻ്റെ കേസിൽ. ഇതാണ് സീരീസ് മോട്ടറിൻ്റെ സർക്യൂട്ട്. ബാക്കിയുള്ള റിലേഷൻഷിപ്പ് നമുക്കും ഇതിൽ KVL-ഉം KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഒക്കെ കിട്ടും. അതാണ് ഷണ്ട് മോട്ടറിൻ്റെത്. അതായത് ഷണ്ട് ഫീൽഡ് വൈൻഡിങ് ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ സർക്യൂട്ടിന് പാരലായിരിക്കും. ഓക്കെ, ഇനി സീരീസ് മോട്ടറിൽ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഒരു ലോഡിലായിരിക്കണം അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് ഭയങ്കര ഹൈ ആയി പോയി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ് സീരീസ് മോട്ടർ ഷുഡ് ബി ഓൾവേസ് ഓപ്പറേറ്റഡ് വിത്ത് ലോഡ്. അതുപോലെ ഷണ്ട് മോട്ടറിനെ നമ്മൾ കോൺസ്റ്റന്റ് ഫ്ലക്സ് മോട്ടർ മെഷീൻ വേണമെന്ന് പറയാം. കാരണം ഫ്ലക്സ് എപ്പോഴും ഫീൽഡ് വൈൻഡിങ്ങിന്റെ കറണ്ടിന്റെ പ്രൊപ്പോർഷനിലാണ്. ഷണ്ടിന്റെ കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെർമിനൽ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങും അതിന്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഷണ്ട് മോട്ടറിനെ കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീൻ എന്ന് നമ്മൾ വിളിക്കും. ഓർത്തിരിക്കുക, സീരീസ് മോട്ടർ നോ ലോഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഷണ്ട് മോട്ടർ ഒരു കോൺസ്റ്റന്റ് ഫ്ലക്സ് മെഷീനാണ്. അടുത്തത് നമ്മൾ മോട്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേ ഇതിൽ നമ്മൾ DC ജനറേറ്ററും DC മോട്ടറും ഷണ്ട് മോട്ടറും പഠിച്ചതുപോലെ കോമ്പൗണ്ട് മോട്ടറും ഉണ്ട് ഇതിൽ. അതും ലോങ് ഷണ്ടും ഷോർട്ട് ഷണ്ടുമായിട്ടാണ്. അതിൻ്റെ കണക്ഷൻസും ജനറേറ്ററിൻ്റെ കണക്ഷൻസ് ആയിട്ട് സെയിം തന്നെയാണ്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറേറ്ററിൽ നമുക്ക് കറണ്ട് ലോഡ് കറണ്ട് കിട്ടുകയായിരുന്നു. നേരെ മറിച്ച് മോട്ടറിൽ നമ്മൾ അത് ടെർമിനൽ വോൾട്ടേജ് സപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതുപോലെ സർക്യൂട്ടൊക്കെ സെയിം ആണ്. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ഡയറക്ഷനാണോ നേരത്തെ കറണ്ടൊക്കെ എടുത്തത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും മോട്ടറിൻ്റെ കേസിൽ ആ ഡയറക്ഷൻസ് ഓഫ് കറണ്ടൊക്കെ. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് നമ്മൾ ടോർക്കാണ്. ആർമേച്ചറിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർക്കിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടോർക്ക് ഈസ് ഈക്വൽ ടു 0.159 Z5 IA P/A ആണ്. Z നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്, 5 ഫ്ലക്സ് പെർ പോൾ, IA ആർമേച്ചർ കറണ്ട്, P നമ്പർ ഓഫ് പോൾസ്, A നമ്പർ ഓഫ് പാരലൽ പാത്ത്. ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. റിലേഷൻഷിപ്പ് ഓർത്തിരിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇതാണ്, ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു 5IA. ബാക്കി എല്ലാ ടേംസും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ടോർക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് ഫ്ലക്സിനും IAക്കാണ്. ഇനി ഷണ്ട് മോട്ടറിന്റെ കേസിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് അതിൽ ടോർക്ക് ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്.
സീരീസിന്റെ കേസിൽ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ. ടോർക്ക് ഐ എ സ്ക്വയർ പ്രൊപ്പോർഷണൽ ആവാൻ കാരണം അതിൽ സീരീസ് കണക്ഷനിൽ ആർമേച്ചർ കറണ്ടും സീരീസ് ഫീൽഡ് കറണ്ടും സെയിം ആണ്. അപ്പോൾ അത് കറണ്ട് ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ഫീൽഡ് വൈൻഡിങ്ങിൽ കൂടി പോകുന്ന കറണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ കിട്ടുന്നത്. അതായത് ഫ്ലക്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് കറണ്ട് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ ആർമേച്ചർ കറണ്ട് ഇൻ കേസ് ഓഫ് സീരീസ് ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ നമ്മളിവിടെ ജനറേറ്റ് ചെയ്തതുപോലെ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ഫ്ലക്സ് ഇൻറ്റു ഐ എ പ്രൊപ്പോർഷണൽ ഫ്ലക്സ് പ്രൊപ്പോർഷണൽ ഐ എ ആയതുകൊണ്ട് പ്രൊപ്പോർഷണൽ ടു ഐ എ സ്ക്വയർ എന്ന് നമ്മൾ എഴുതും. ഏതിൽ? സീരീസിന്റെ കേസിൽ. ഷണ്ടിന്റെ കേസിൽ ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു, വി ബൈ ആർ എസ് എച്ച് ആയിരിക്കും ഷണ്ട്. അതുകൊണ്ടാണ് ഇത് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു ഐ എ എന്ന് പറയുന്നത്. ഓക്കെ, ഇതോടെ നമ്മൾ DC മെഷീൻസിന്റെ മോട്ടറിന്റെ ജനറേറ്ററിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ പവർ ഇക്വേഷൻ, DC മെഷീൻസിന്റെ പവർ ഇക്വേഷനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത വീഡിയോയ്ക്ക് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.